everyone, welcome to Vedantu Malayalam channel. ഞാൻ അർച്ചന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ അതിനേക്കാളും മുന്നേ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? Okay, so first question. Which stage of Kelvin cycle utilizes ATP? ATP utilize ചെയ്തിട്ട് okay, ATP നെ utilize ചെയ്തിട്ട് ADP ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ഏതാണ്? യെസ്, ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം കെൽവിൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ, അല്ലെ? സോ ഈ 3 സ്റ്റേജസ് ആണ് കാണാൻ പറ്റുക. ഈ 3 സ്റ്റേജസിൽ ഏത് സ്റ്റേജസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജസിലാണ് ATP ADP ആയിട്ട് കൺവേർട്ട് ആവുന്നത്, അതായത് എനർജിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, NCERT ടെക്സ്റ്റ് ബുക്കിൽ സ്കീമാറ്റിക് റെപ്രസെന്റേഷനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? റിഡക്ഷനിലാണ് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Non-cyclic photophosphorylation results in the production of, okay, non-cyclic എന്ന് പറയുമ്പോൾ Z സ്കീം ആണ്, അല്ലെ? Z സ്കീം ആണ്. Z സ്കീം, ഈ Z സ്കീമില് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. NADH ആണോ, NADPH ആണോ, ATP ആണോ, ATP ആൻഡ് NADPH ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, സോ Z സ്കീം എന്ന് പറയുമ്പോൾ നോൺ സൈക്ലിക് ആണ്. നോൺ സൈക്ലിക്കിൽ നമുക്ക് 680 നാനോമീറ്ററിലും അതുപോലെ തന്നെ 700 നാനോമീറ്റർ, ഈ രണ്ട് പ്ലേസസിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു എനർജി എക്സൈറ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? സോ ആൻഡ് രണ്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. വൺ ഈസ് കോൾഡ് ATP, അനദർ വൺ ഈസ് റെഡ്യൂസിംഗ് പവർ. ആ റെഡ്യൂസിംഗ് പവർ ഏതാണ്? ദാറ്റ് ഈസ് NADPH, അല്ലെ? NADPH. റൈറ്റ് ആൻസർ ഏതാണ്? ATP ആൻഡ് NADPH. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In genetic engineering, the antibiotic are used. So, ആന്റിബയോട്ടിക്കിനെ എന്തിനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് RDNA ടെക്നോളജിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്കിനെ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ആസ് സെലക്ടബിൾ മാർക്കർ to select healthy vector, as sequences from where replication starts, to keep the culture free infection. So എന്തിനു വേണ്ടിയിട്ടാണ്? സോ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രക്ചർ ഓഫ് പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സർക്യുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്, അല്ലെ? സർക്യുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് റീജൻസ് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീജൻ ആണ് selectable markers, അല്ലെ? selectable markers where antibiotics are present, അല്ലെ? so where antibiotic, അതായത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും അതുപോലെ തന്നെ ആംപ്ലിസിലിൻ റെസിസ്റ്റന്റ് ജീനും ആണ് ഉള്ളത്. സോ ഈ ഒരു ജീനിനെ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ഒരു ന്യൂ ജീനിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ? സോ ഒരു ഓൾഡ് ജീൻ, അതായത് ഇവിടെയുള്ള റെസിസ്റ്റന്റ് ജീൻ, ഈ ഭാഗത്തിലുള്ള, അതായത് ഈ രണ്ട് ഭാഗത്തില് നമുക്ക് എന്ത് കാണാൻ പറ്റും? സെലക്ടബിൾ മാർക്കേഴ്സ് കാണാൻ പറ്റും. ആ സെലക്ടബിൾ മാർക്കേഴ്സിൽ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. ആ റെസിസ്റ്റന്റ് ജീനിനെ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ആ റീജിയനിലേക്ക് ഒരു പുതിയ ജീനിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത് ട്രാൻസ്ഫോർമെന്റ് ആണോ അല്ല നോൺ ട്രാൻസ്ഫോർമെന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഞാൻ ആൾറെഡി ഇതിനുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? As selectable markers. The right answer is as selectable markers. Okay, next question. The gene that encode BT protein, okay, Bacillus thuringiensis protein, specific to cotton bollworm is. So cotton bollworm നെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന, അതിനെ മാത്രം കിൽ ചെയ്യുന്ന ഒരു ക്രിസ്റ്റലിൻ പ്രോട്ടീൻ ബാസിലസ് തുറൻജൻസസ് എന്ന് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സോ അത് ഏത് ജീനിലൂടെയാണ് അത് പ്രൊഡ്യൂസ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഏത് ജീനാണ്? CRY1AC, CRY2ABC, CRY2AC, CRY2AB. സോ ABC എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ നമ്മൾ ഇതുവരെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാം, അല്ലെ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CRY1AC ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു CRY2AC നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇതിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ആൻഡ് CRY2AB ഉണ്ട്. സോ CRY2AB നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? CRY2AB, CRY1AC ഇത് രണ്ടും നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? കോട്ടൺ ബോൾവാം,
അല്ലെ കോട്ടൺ ബോൾവാമിനെ എന്താ എന്താ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ എന്താ കിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ജീന് ഇത് രണ്ടുമാണ്. ക്രൈ 1AC യും ക്രൈ 2AB യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In which of the following interaction both partners are adversely affected? So adversely രണ്ട് പാർട്ട്ണറും അഫക്റ്റ് ആയിരിക്കുന്നു. സോ ഇതെന്താണിത്? This is called population interaction അല്ലെ? Population interaction. അതിൽ ഇവിടെ parasitism, mutualism, competition, predation എന്ന് പറഞ്ഞിട്ട് 4 പോപ്പുലേഷൻ ഇന്ററാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതില് ഇവര് പറഞ്ഞിരിക്കുന്നത് ബോത്ത് പാർട്ട്ണർ രണ്ട് പാർട്ട്ണറും അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, അതായത് രണ്ട് സ്പീഷീസും സ്പീഷീസ് എയും സ്പീഷീസ് ബിയും രണ്ടു പേർക്കും നെഗറ്റീവ് ഒരു ഇന്ററാക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടും നെഗറ്റീവ് എവിടെയാണ് കാണാൻ പറ്റുക? സി നമുക്ക് നോക്കാം. പാരാസൈറ്റിസമിൽ ഒരു സ്പീഷീസിന് ബെനിഫിറ്റും ഇനിയൊരു സ്പീഷീസിന് ഹാർംഫുൾനെസ്സും ആണ് കിട്ടുക, അതായത് പ്രേയും പ്രിഡേറ്ററും അല്ലെ. നെക്സ്റ്റ് മ്യൂച്വലിസമില് രണ്ടു പേർക്കും ഈക്വലി ബെനിഫിറ്റ് ആണ് കിട്ടുക. സോ പ്ലസ് ആണ് കാണാൻ പറ്റുക അല്ലെ. സോ കോമ്പറ്റീഷനിൽ എന്താണ് സംഭവിക്കുക? രണ്ടു പേർക്കും ഹാർംഫുൾനെസ് ആണ് കിട്ടുക, അതായത് രണ്ടുപേരും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്കും കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മൈനസ്. യെസ്. അതുപോലെ തന്നെ പ്രിഡേഷനിലും എന്താ സംഭവിക്കുക? ഒരാൾക്ക് ബെനിഫിറ്റ് ഇനിയൊരാൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടുക. സോ ദ റൈറ്റ് ആൻസർ ഈസ്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? രണ്ടുപേരും അഡ്വേഴ്സ്ലി അഫക്റ്റഡ് എന്ന് പറയുമ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് കോമ്പറ്റീഷൻ. യെസ്. ഓക്കെ, നിങ്ങൾക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്തിനാ എത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ നമ്മുടെ MVSAT എന്ന് പറയുന്ന സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള വേദാന്തു നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് MVSAT. ആ MVSATന് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ പെട്ടെന്ന് പോകുമ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ വേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ ഇൻഫർമേഷനും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡിസംബർ 2 തൊട്ട് ഡിസംബർ 10 വരെ എക്സാം നടക്കും. നിങ്ങൾക്ക് ഏത് സമയം വേണോ ആ സമയം ചൂസ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിനേഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. സോ നിങ്ങൾ ഇതുപോലെ എക്സാം എടുക്കുകയാണെങ്കിൽ 100% സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റും റിവാർഡ്സും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം അല്ലെ. യെസ്. സോ എവിടേക്കാണ് ഈ ഒരു എക്സാം നടക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തൃച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലേസസിൽ ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. ആ ഓഫ്ലൈൻ സെന്റേഴ്സിലാണ് എക്സാം നടക്കുക. പക്ഷേ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമുക്ക് കേരളത്തിൽ ഓഫ്ലൈൻ സെന്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ പിള്ളേർക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കംഫർട്ടബിൾ പ്ലേസിൽ ഇരുന്നിട്ട് കംഫർട്ടബിൾ ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അത് മാത്രമല്ല, എന്തിനാണ് ഈ MVSAT? എന്തിന് ഞാൻ MVSAT എഴുതണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഓൾ ഇന്ത്യ നിങ്ങളുടെ എന്താ കോമ്പറ്റേറ്ററുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾ ഏത് ലെവലിലാണുള്ളത്, എങ്ങനെ ഞാൻ ഇംപ്രൂവ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു എന്താ സെൽഫ് അനാലിസിസിനുള്ള ഒരു വേദിയും കൂടെയാണ്. റൈറ്റ്. സോ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ആൻഡ് നിങ്ങൾക്ക് എന്താ ഓൾ ഇന്ത്യ റാങ്കും കൂടെ ഇതിൽ കിട്ടും. സോ നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണോ ഉള്ളത് അതിൽ നിന്ന് ഇംപ്രൂവ് ആവണോ, ഇല്ല ഞാൻ ഇതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ പഠിക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷനും കൂടെയാണ്. ഓക്കെ, അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% സ്കോളർഷിപ്പ് കൂടെ, ഓക്കെ 100% സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് എന്താ നമ്മുടെ കോഴ്സസ്, ഓക്കെ നമ്മുടെ വേദാന്തുവിലെ കോഴ്സസ്, അതായത് നീറ്റ്, JEE ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള കോഴ്സസ് ഫ്രീ ആയിട്ട് കിട്ടും വിത്ത് ഹൈടെക് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂമിൽ. ഓക്കെ, സോ നെക്സ്റ്റ്, അത് മാത്രമല്ല നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ, ടോപ്പ് സ്കോറർ ആവുകയാണെങ്കിൽ 5-day പ്രോഗ്രാം വിത്ത് സ്പേസ്
റിസർച്ച് സെന്ററിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ചാൻസസും കൂടിയാണ്. ഓക്കെ, അത് മാത്രമല്ല, അതല്ലാതെ വേറെയും കുറെ റിവാർഡ്സ് ഉണ്ട്. ഡ്രോൺസ്, സ്മാർട്ട് വാച്ചസ്, ടെലസ്കോപ്പ്, അതുപോലെയുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ തരാനുള്ള ഒരു സ്കോപ്പും കൂടെ ഉണ്ട്. സോ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതൽ പൈസയും മുടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഇൻഫർമേഷൻ, അതായത് ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. സോ ആർക്കൊക്കെ ഈ ഒരു എക്സാമിനേഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8th പഠിക്കുന്ന സ്റ്റുഡൻറ് ഓൺവേർഡ്സ് നീറ്റ്, അതുപോലെ തന്നെ JEE ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പിള്ളേർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, സോ 8th ഉം 9th ഉം അതുപോലെ തന്നെ JEEക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെയാണോ എക്സാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. 8th 9th പഠിക്കുന്ന പിള്ളേർക്ക് മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മെന്റൽ എബിലിറ്റിയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ആൻഡ് എല്ലാ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. ഓക്കെ, അടുത്തത് 10th പഠിക്കുന്ന പിള്ളേർക്ക് മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ്, സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, മെന്റൽ എബിലിറ്റിയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസും ആണ്. ആൻഡ് അഗൈൻ ഞാൻ പറഞ്ഞതുപോലെ 4 ഓപ്ഷൻസ് ഉണ്ടാവും, 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്, ആൻഡ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, അതുപോലെ തന്നെ 11th 12th പഠിക്കുന്ന പിള്ളേര് JEE ആസ്പിറന്റ് ആണെങ്കിൽ അവർക്ക് ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുക. ആൻഡ് 4 ഓപ്ഷൻസ് ഉണ്ടാവും, എല്ലാത്തിനും എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്ക് ആയിരിക്കും. ആൻഡ് ഇവിടെയും നമുക്ക് നോ നെഗറ്റീവ് മാർക്ക്. യെസ്, അതുപോലെ തന്നെ നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്, ബയോളജിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും, നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്കാണ് ഉണ്ടാവുക, എല്ലാ ശരി ഉത്തരത്തിനും 4 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ ഒരു എക്സാമിനേഷൻ 1 hour എക്സാമിനേഷൻ ആണ്. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം നോക്കിയിട്ട് 1 hour സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആരും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ പെട്ടെന്ന് പോവുക. MVSATന്റെ ആ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഡിസംബർ 2-ാം തീയതി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ആ എക്സാമിനേഷൻ എടുത്തിട്ട് 1 hour സ്പെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് എക്സാം എഴുതി തീർക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ പ്രോപ്പർ ആയിട്ട് ചെയ്യുക, അല്ലാത്തതിനെ ഗസ് വർക്ക് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതിയിട്ട് അടിപൊളിയായിട്ടുള്ള റിവാർഡ്സ് എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, സോ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, ഒന്നുകൂടെ ഞാൻ പറയാണ്, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. യെസ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഉണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിലേക്കും കൂടെ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാണാം. സോ വേദാന്തു മലയാളം എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.